സ്വന്തം മാതാപിതാക്കളെ ഉൾപ്പെടെ 4 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ തിരുവനന്തപുരം നന്ദൻകോട്ടെ കേഡൽ ജീൻസൺ രാജ അരുണാചലിൽ വെച്ച് ഭാര്യയെയും സുഹൃത്തിനെയും കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയ കോട്ടയം മീനടം സ്വദേശി നവീൻ തോമസ്. പിന്നാലെ നമ്മൾ ഭീതിയോടെ കേട്ട പേരാണ് നെയ്യാറ്റിൻകരയിലെ പ്രജിൻ ജോസ്. പിതാവ് ജോസിനെ കൊലപ്പെടുത്തിയത് സ്വതന്ത്ര ജീവിതത്തിനെന്നാണ് പ്രതി പോലീസിനോട് ആദ്യം പറഞ്ഞത്. എന്നാൽ വീട്ടുകാർക്കും പോലീസിനും തോന്നിയ സംശയങ്ങൾ ബ്ലാക്ക് മാജിക്കിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ കേസുകളെല്ലാം പരിശോധിച്ചാൽ ബ്ലാക്ക് മാജിക് പരീക്ഷിച്ച യുവാക്കളെല്ലാം അഭ്യസ്തവിദ്യരാണ്. 3 പേരും അന്തർമുഖർ, പുറം ലോകവുമായും വീട്ടുകാരുമായും അധികം ബന്ധമില്ലാത്തവർ, അടിമുടി ദുരൂഹത നിറഞ്ഞ ജീവിതം. ഇങ്ങനെ സാത്താൻ സഭയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ അപകടകാരികളാണ്. അവരുടെ സ്വഭാവത്തിൽ മാറ്റം സംഭവിക്കുമ്പോൾ അത് തിരിച്ചറിയേണ്ടത് ഉറ്റവർ തന്നെയാണ്.